അപ്പോൾ ഗൈസ് നമ്മളിപ്പം കരിങ്ങാലി പുഞ്ചയിലോട്ടാണ് പോകുന്നത്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഗേറ്റ് തുറക്കാണ്. വണ്ടിയുടെ നോക്കും മോളെ മമ്മി ആൻഡ് നന്മ ഗേറ്റ് തുറന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ പടനിലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കരിങ്ങാലി പുഞ്ചുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം അവിടെ ചെന്ന് ഞാൻ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ബൈ. അപ്പോൾ ഗൈസ് നമ്മളിപ്പം കരിങ്ങാലി പുഞ്ചയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു, എനിക്ക് വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീലാവും. നിങ്ങളങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇത് ഒരു ഫുൾ വ്യൂ നിങ്ങളൊന്ന് ആസ്വദിക്കും. ഇതെന്ന് പറഞ്ഞാൽ പടനിലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് ഉള്ളിലോട്ട് വരണം, പക്ഷെ എന്നാലും നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്. അത് റോഡാണ് പോകുന്നത് അവിടെ ഫ്രണ്ടിൽ. സൈഡിലോട്ട് നമ്മൾ വണ്ടി അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കൊട്ടവഞ്ചി നമുക്കിപ്പോൾ കാണുന്നതായിട്ട് ഒരു കൊട്ടവഞ്ചി, ഒരു പച്ച കൊട്ടവഞ്ചി അവിടെ ഒരു സ്ഥലത്തിൽ ഇറക്കി ഇട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഒരു സാധാരണ നമ്മൾ മുട്ടൊക്കെ അതെ ചമ്മരം മുടങ്ങി നമ്മൾ തറയിലിരിക്കണം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു സീറ്റൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നമുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പ്രായമുള്ളവരൊക്കെ വരുവാണെങ്കിൽ അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം നമ്മൾ പലരും കയറാൻ പോവാണ്. 5 പേർക്ക് 500 രൂപയാണ് ആ കൊട്ടവഞ്ചിക്കുള്ളത്. അപ്പം മറ്റേ കൊട്ടവഞ്ചി 4 പേർക്ക് 400 രൂപയാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ കൊട്ടവഞ്ചി പോയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. ബൈ. നോക്കൂ, സീനറിയൊക്കെ നോക്ക്, നല്ല രസമുണ്ട്. ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നമുക്ക് ആവശ്യമൊന്നും വരുന്നത്. അങ്ങനെയല്ല ഗൈസ്, നമ്മൾ എത്ര സേഫാന്ന് പറഞ്ഞാലും സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്താലും ഒരിക്കലും ലൈഫ് റിസ്ക് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതാണ് നമ്മൾ പോകുന്ന കൊട്ടവഞ്ചി. ഒരു കുഷനൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റ്. ഇപ്പോൾ ഗൈസ് നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നോക്കും, എല്ലാവരും ഉണ്ട്. ബിന്ദുവിൻ്റെ ഉണ്ട്, നന്മയുണ്ട്, മോളേൻ്റെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ക്യാമറമാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബിന്ദു? എടുത്തിട്ട് 30 സെക്കൻഡ് പറഞ്ഞു തലേക്കുള്ള വണ്ടി വെള്ളത്തിനോക്കി. ഓ വിസിലൊക്കെ ഉണ്ട് ഗൈസ്. ആരെല്ലാം അടിച്ചായിരിക്കും. ഒരു പാട്ട് പാടാം. ഉറക്കെ പാടും. അവിടെ അങ്ങനെ ഒരു ട്യൂണുണ്ട്.
ചുണ്ടിൽ ലിപ്സ്റ്റിക് ആണ് ഗൈസ്. അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ പാട്ടിൻ്റെ ഇടയ്ക്ക് അമാറ തല എങ്ങനൊന്നും തല ഇറങ്ങത്തില്ല. ബാലൻസ് ചെയ്താൽ മതി. ഏതോ സ്വപ്നം പൂവണഞ്ഞതോ മണ്ണിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണം. നമ്മൾ കരിക്കോട്ട് അടുക്കുവാണ്. ഇത്രയും നമ്മൾ അവിടെ നിന്നിട്ട് ഇവിടം വരെ നമ്മൾ കറങ്ങിയാണ് വന്നത്. ഇടയ്ക്ക് കറക്കൊക്കെ ചെയ്താൽ അപ്പം ഗൈസ് നമ്മൾ കൊട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് സാധാരണ ടിപ്പിക്കൽ കൊട്ടവഞ്ചി. കൊട്ടയാണിത്, ടിപ്പിക്കൽ കൊട്ടയാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കൊട്ടയാണ്. നിങ്ങൾ ഒന്നുകൂടെ ആൾക്കാർ കയറാണ്. അങ്ങോട്ട് നടക്കുകയാണ്. നമുക്ക് എൻ്റെ അനിയത്തി നല്ല നമ്മളിപ്പം ഒരു വരമ്പിക്കൂടെ നടക്കുന്നൊരു ഫീലാണ്. നമ്മളിപ്പോൾ ഒരു എന്തെന്ന് പറയുന്നത് ഒരു തിട്ട പോലത്തെ ഇതിൽ കൂടെ നടന്നു. ബിക്കോസ് അവിടെ വഴിയില്ല, അവിടെ കാട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തിട്ടയിൽ കൂടെ നടന്നു. ഇതുപോലെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇത് വളരെ ഒരു അണ്ടർ റേറ്റഡ് സ്പോട്ടാണെന്ന് ഞാൻ പറയും. കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ ഒന്നും കാണില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണില്ല. നമ്മൾ വിചാരിക്കും ഇതാണോ ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടത്. പക്ഷേ ഇതതുപോലല്ല. ഇത് ആരും അങ്ങനെ അത്ര ഫേമസ് ആക്കി അല്ലെങ്കിൽ ഒരു റീൽസ് ഇട്ട് ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഫാമിലി ഫ്രണ്ട്ലി സ്പോട്ടാണിത്. നല്ലൊരു രസമൊക്കെ ഉള്ള അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല സീനറിയാണ്. അപ്പോൾ അപ്പം തന്നെ നടന്നു പോവാം. ഗൈസ് അറ്റ്ലീസ്റ്റ് വൺസ് നമ്മളിവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. ഇത് വളരെ മനോഹരം തന്നെയാണ്. അതായത് ഇവിടുത്തെ ഒരു സൺസെറ്റ്, എല്ലാവർക്കും കടലിൽ പോയൊരു സൺസെറ്റ് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഈ സൺസെറ്റ്സ് നമ്മളുടെ ചില ഡിപ്രഷൻ ക്യൂറായിട്ടൊക്കെ എനിക്ക് ഒത്തിരി എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ പ്ലേസ് റെക്കമെൻഡ് ചെയ്യുന്നു.
ഇവിടുത്തെ ഈ കൊട്ടവഞ്ചി ഫെസിലിറ്റി ഇതെപ്പോഴും എല്ലാ സീസണിലും അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. വെള്ളമായാലും ഈ എൻവയോൺമെൻറ്റ് ആയാലും ക്ലീനാണ്, അത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ ചേട്ടന്മാരും നൈസാണ് നമ്മളോട്. വളരെ, അതായത് ഒരു കൊട്ടവഞ്ചിക്ക് 500 രൂപയേ ഉള്ളൂ. അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. ഒരു 5 പേരെ വരെ അവർ കൊട്ടവഞ്ചിയിൽ എടുക്കും ഒരു ട്രിപ്പിൽ. ഇപ്പം എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്, എല്ലാവരും വരണം. അപ്പം ഗൈസ്, അപ്പം നമ്മുടെ കൊട്ടവഞ്ചി നോർമൽ ടിപ്പിക്കൽ കൊട്ടവഞ്ചി അല്ലാതെ ഈ ബോട്ടും ഉണ്ട്, അവിടെ പെഡൽ ബോട്ടുണ്ട്, ഇപ്പോഴത്തെ സ്ഥലത്ത് ഫാമിലി ബോട്ടും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബോട്ട് ചൂസ് ചെയ്യാം. അവരോട് പറയാം ഫാമിലി ബോട്ട് വേറെ, പെഡൽ ബോട്ട് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ തന്നെ പെഡൽ ചെയ്ത് പോകുന്നതാണ് പെഡൽ ബോട്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഫാമിലി ബോട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 8 പേർക്കൊക്കെ ഇരിക്കാം, മിനിമം ഒരു 8 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ്. റേറ്റും അഫോർഡബിൾ ആണ്, നല്ല വ്യൂവും അടിപൊളിയാണ്. ഗൈസ്, ഈ റോഡായാലും വെരി നീറ്റ് ആൻഡ് നൈസ് റോഡാണ്. ഇപ്പോൾ ഒരു ഡ്രൈവിനായാലും ബൈക്കിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനായാലും, ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം ബൈക്കിൽ റൈഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാനായാലും നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അല്ല 300-400 മീറ്ററോളം സ്ട്രെയിറ്റ് റോഡ് കിട്ടുന്നുണ്ട്. 2 സൈഡിലുള്ള വ്യൂ വളരെ മനോഹരമാണ്. 2 സൈഡിലും ഇങ്ങനെ പുഞ്ചയാണ് ഗൈസ്. ഗൈസ്, നമ്മളിപ്പം ബോട്ട് റൈഡ് അല്ല, കൊട്ടവഞ്ചിയിലൊക്കെ കയറിയിട്ട് നമ്മളിപ്പം തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ഒരു കടയുണ്ട്. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് അവിടെ ബൂസ്റ്റ് കുലുക്കിയുണ്ട്, നമുക്കവിടെ ഷെയ്ക്ക് ഉണ്ട്, നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം ഒക്കെ അവിടെ ഉണ്ട്, ഐസ്ക്രീം എല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അപ്പം അത് നമ്മൾ ക്ഷീണിച്ച് കഴിയുവാണെങ്കിൽ, ക്ഷീണിക്കത്തില്ല, ഇവിടെ നല്ല ചൂടിൻ്റെ ഒരു കാഠിന്യം ഇവിടെ ഇല്ല. നല്ലൊരു കാറ്റും നല്ല ശുദ്ധമായിട്ടുള്ള എയറൊക്കെ, നല്ല എയർ സർക്കുലേഷൻ ഉള്ളൊരു സ്ഥലവുമാണ്. മീൻസ് ലൈക്ക് നല്ല എയർ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ചൂടെടുക്കത്തില്ല, നമ്മളാണെങ്കിൽ ഒട്ടും വിയർക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും തോന്നുന്നു, കഴിക്കാൻ അവിടെ ലേസൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം റൈഡ്സൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അവിടെ വരെ പോവാം. അപ്പം ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ നമ്മുടെ ഒരു യാത്ര കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തുന്നത് വരെ ബൈ.